പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് സമാപിക്കും. ഇന്നലെ പാർലമെന്റ് കവാടത്തിൽ ഭരണ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ കയ്യാങ്കളിയുടെ പശ്ചാത്തലത്തിൽ ഇരു സഭകളും ഇന്ന് പ്രക്ഷുബ്ധമാക്കാൻ വളരെ സാധ്യതയുണ്ട്. ഡോക്ടർ BR അംബേദ്കറിനെതിരെ വിവാദ പരാമർശത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ തീരുമാനം. എന്ന് മാത്രവുമല്ല, ഈ വിഘടിച്ചും യോജിച്ചും നിന്ന ഇന്ത്യ സഖ്യത്തിലെ ചില ഘടകകക്ഷികൾക്ക് വീണ് കിട്ടിയ ഒരു അവസരമായി ഈ പ്രശ്നം. അതോടെ ഇവർ കൂടുതൽ ഒന്നാകാനും അവരുടെ ഐക്യബലം കാണിക്കുവാനും ഇതൊരു അവസരമുണ്ടാക്കിയെന്നാണ് വിവരങ്ങൾ. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങളുമായി നമുക്കൊപ്പം തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസം രാജ്യം കണ്ടത് മുൻപ് ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത രംഗങ്ങളാണ്. പാർലമെന്റിന് മുന്നിൽ ഭരണപ്രതിപക്ഷങ്ങൾ മുഖാമുഖം നിന്ന് മുദ്രാവാക്യം മുഴക്കുന്നതും പിന്നീടുണ്ടായ ഉന്തും തള്ളും കയ്യാങ്കളിയും എല്ലാം തന്നെ രാജ്യം കണ്ടു. ഇതിൻ്റെ തുടർച്ചയാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. പാർലമെന്റിൻ്റെ ഇരു സഭകളിലും ഈ കയ്യാങ്കളിക്ക് പിന്നാലെ തന്നെ ഒട്ടേറെ രാഷ്ട്രീയ നീക്കങ്ങളുണ്ടായി. ഒപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസിൽ പരാതി നൽകി BJPയിലെ 3 അംഗങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുലിനെതിരെ കേസെടുത്തിട്ടുണ്ട്. 6 വകുപ്പുകൾ, ഒരു ജാമ്യമില്ലാ വകുപ്പ് അടക്കമുള്ളവ ചുമത്തിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയമായി നേരിടുക എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും തീരുമാനം. ഇതെല്ലാം തന്നെ ഇരു സഭകളിലും ഇന്ന് പ്രതിഫലിക്കും എന്ന് ഉറപ്പാണ്. അതേസമയം ഇന്ന് സഭ സമ്മേളിക്കുന്നതിന് മുമ്പായി തന്നെ ലോക്സഭാ സ്പീക്കർ, അദ്ദേഹമാണ് ഈ പാർലമെൻറ്റ് കെട്ടിടത്തിൻ്റെയും പരിസരത്തിൻ്റെയും കസ്റ്റോഡിയൻ, അദ്ദേഹം ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട് അംഗങ്ങൾക്ക്. ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു വ്യക്തിയോ ഒരു നേതാവോ ഈ പാർലമെൻറ്റിലെ പ്രവേശന കവാടങ്ങളിൽ യാതൊരു തരത്തിലുള്ള പ്രകടനങ്ങളും നടത്തരുത് എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യവും ഒപ്പം തന്നെ ഭരണപക്ഷവും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നത് കർശനമായി വിലക്കിയിരിക്കുകയാണ് സഭാധ്യക്ഷൻ. ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയ പ്രതിഷേധങ്ങൾ എങ്ങനെ എന്നുള്ളതും ഏറെ കൗതുകകരമായിരിക്കും. സഭയ്ക്കകത്ത് പ്രക്ഷുബ്ധമാകും എന്ന് ഉറപ്പാണ്. നേരത്തെ ഉണ്ടായിരുന്ന അംബേദ്കറിനെതിരെ ആഭ്യന്തരമന്ത്രി നടത്തിയ വിവാദ പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾക്കൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ആസൂത്രിതമായി കേസെടുക്കാനുള്ള നീക്കം ഭരണപക്ഷം നടത്തി എന്ന ആരോപണമാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഉന്നയിക്കുന്നത്. SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമ്മേളന കാലയളവിൽ വിവിധ വിഷയങ്ങളിൽ വിഘടിച്ചു നിന്നിരുന്ന പ്രതിപക്ഷത്തെ, ഇന്ത്യ സഖ്യത്തെ ഒന്നിച്ചു നിർത്താൻ ഈ ആഭ്യന്തരമന്ത്രിയുടെ പരാമർശം വഴിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. നേരത്തെ പാർലമെന്റിൽ മാത്രം നടന്ന പ്രതിഷേധം രാജ്യവ്യാപകമായി എല്ലാ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങളിലും ജില്ലാ തലസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള പ്രഖ്യാപനം കോൺഗ്രസ് നടത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഭരണപക്ഷവും എന്ത് നടപടി എടുക്കും എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് സഭയ്ക്കകത്ത് തന്നെ പരാതി, ഒരു രാജ്യസഭാംഗം, വനിതാ രാജ്യസഭാംഗം പരാതി നൽകിയിരിക്കുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ. ഇക്കാര്യത്തിൽ എന്തെങ്കിലും അച്ചടക്ക നടപടിയോ മറ്റെന്തെങ്കിലും നടപടിയോ ഇന്ന് ഉണ്ടാകുമോ എന്ന് ഉള്ളത് ഏറെ നിർണായകമാകും. ലോക്സഭയിലും സമാനമായി പരസ്പരം പരാതികൾ നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള തുടർ നടപടികളും ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെയാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല്, അത് JPCക്ക് വിടാനുള്ള തീരുമാനം അറിയിച്ചിരുന്നെങ്കിൽ പോലും ഔപചാരികമായി അതിനായി പ്രമേയം പാസ്സാക്കേണ്ടതുണ്ട്. അംഗങ്ങൾ ഉൾപ്പെടെ തീരുമാനമായിട്ടുണ്ട് ലോക്സഭയിൽ നിന്നുള്ള എങ്കിൽ പോലും ഇക്കാര്യത്തിലെ വിജ്ഞാപനവും ഇതുവരെ ഇക്കാര്യത്തിലെ പ്രമേയവും, ഔപചാരിക പ്രമേയവും ഇതുവരെ പാസ്സാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ സഭാ നടപടികളിലെ ബഹളങ്ങൾക്കിടയിൽ അത് സാധ്യമാകുമോ എന്നുള്ളത് ഏറെ നിർണായകമാകും. SKN. Okay, yes, that was Balram Nedungadi from Delhi.